السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, നോമ്പിൻ്റെ വിധിവിലക്കുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആരംഭിച്ചത്. മഹാനായ പണ്ഡിതൻ അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്ൻ നാസിർ സഅദി റഹിമഹുല്ലാ രചിച്ചിട്ടുള്ള മൻഹജുസ് സാലിക്കീൻ എന്ന ഗ്രന്ഥത്തിലെ കിതാബു സിയാമാണ്, നോമ്പിൻ്റെ അധ്യായമാണ് നമ്മൾ വായിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ആദ്യത്തെ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ആയത്ത് അവതരിപ്പിച്ചതിനെക്കുറിച്ചുള്ള ചെറിയ വിശദീകരണവും, അതുപോലെ നോമ്പ് ആർക്കൊക്കെയാണ് അത് നിർബന്ധമാകുന്നത്, എന്തൊക്കെ നിബന്ധനകളാണ് നോമ്പിന് വേണ്ടത് എന്ന കാര്യമാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത്. പിന്നെ ചർച്ച ചെയ്തു റമളാൻ മാസത്തിലേക്ക് പ്രവേശിക്കുന്ന രണ്ടാലൊരു രീതിയാണ്. ഒന്നുകിൽ ഷഅബാൻ 29 മാസപ്പിറവി ദർശിക്കുക, അല്ലെങ്കിൽ ഷഅബാൻ 30 പൂർത്തിയാക്കുക. ഇങ്ങനെയാണ് നമ്മൾ റമളാനിലേക്ക് എല്ലാ വർഷവും പ്രവേശിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഹദീസുകളൊക്കെ മനസ്സിലാക്കുകയുണ്ടായി. പിന്നീട് നമ്മൾ പറഞ്ഞു, ഫർള് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം രാത്രിയിൽ തന്നെ അതിന് നിയ്യത്തുണ്ടായിരിക്കേണ്ടതുണ്ട്. നേരം പുലർന്നതിന് ശേഷം ആരെങ്കിലും ഇന്ന് ഫർള് നോമ്പ് എടുത്തു കളയാം എന്ന് വിചാരിച്ചാൽ അവനത് സാധിക്കുകയില്ല. എന്നാൽ സുന്നത്ത് നോമ്പ് അതിൽ നിന്നും വ്യത്യസ്തമാണ്. ഒരാൾക്ക് നേരം പുലർന്നതിന് ശേഷവും പ്രഭാതത്തിലും സുന്നത്ത് നോമ്പെടുക്കാൻ നിയ്യത്ത് ചെയ്യാവുന്നതാണ്. അതുവരേക്കും നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അയാളിൽ സംഭവിക്കാതിരുന്നാൽ മതി. ഇത്രയും നമ്മൾ മനസ്സിലാക്കി. പിന്നീട് നോമ്പ് ഒഴിവാക്കാൻ ഇളവുള്ള ആളുകളും അവരുടെ അഹ്കാമുകളും വിധികളുമാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു, പ്രയാസമുള്ള രോഗികളുടെ വിഷയവും അതുപോലെ യാത്രക്കാരുടെ വിഷയവുമാണ്. ഇവർ രണ്ടുപേർക്കും റമളാൻ മാസത്തിൽ നോമ്പ് ഒഴിവാക്കാനും അതുപോലെ തന്നെ മറ്റൊരു ദിവസം അത് ഖളാ വീട്ടാനും അനുവാദമുണ്ട്. പിന്നീട് പറഞ്ഞത് ഹൈളുള്ള സ്ത്രീകളെക്കുറിച്ചും അതുപോലെ നിഫാസുള്ള പ്രസവരക്തമുള്ള സ്ത്രീകളെക്കുറിച്ചുമാണ്. രണ്ടുപേർക്കും നോമ്പെടുക്കൽ നിഷിദ്ധമാണെന്നും പിന്നീടാണ് അത് ഖളാ വീട്ടേണ്ടത് എന്നുള്ളതും മനസ്സിലാക്കുകയുണ്ടായി. അവസാനം പറഞ്ഞത് ഗർഭിണികളെക്കുറിച്ചും മുലയൂട്ടുന്ന സ്ത്രീകളെക്കുറിച്ചുമാണ്. ഇവർ രണ്ടുപേരും തങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് നോമ്പ് ഒഴിവാക്കിയിട്ടുള്ളത് എങ്കിൽ ഖളാ വീട്ടുന്നതോടൊപ്പം ഓരോ ദിവസത്തിനും ഒരു മിസ്കീന് ഭക്ഷണം കൊടുക്കണം. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ഖാല റഹിമഹുല്ലാ വൽ ആജിസു അനിസ് സൗമി ലികിബരിൻ ഔ മറദിൻ ലാ യുർജാ ബുർഉ ഫഇന്നഹു യുത്ഇമു അൻ കുല്ലി യൗമിൻ മിസ്കീന. അദ്ദേഹം പിന്നീട് നോമ്പിന് അളവുള്ള ആളുകളെക്കുറിച്ചുള്ള വിധിവിലക്കുകൾ തന്നെയാണ് പറയുന്നത്. അതിൽപ്പെട്ടതാണ് വൽ ആജിസു അനിസ് സൗം, നോമ്പെടുക്കാൻ അശക്തിയുള്ള ആളുകൾ. അത് പല കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന് ലിക്കിബരിൻ, പ്രായാധിക്യം കാരണത്താൽ, ഔ മറദിൻ ലാ യുർജാ ബുർഉഹു, മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗമുള്ള വ്യക്തികൾ. ഈ രണ്ട് വ്യക്തികൾ അവർക്കൊരിക്കലും നോമ്പെടുക്കാൻ സാധിക്കുകയില്ല. പ്രായാധിക്യമാണ്, അതല്ലെങ്കിൽ മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗമാണ് അവർക്കുള്ളത്. അവരുടെ വിധി അദ്ദേഹം പറയുന്നു, ഫൈനഹു യുത്ഇമു അൻ കുല്ലി യൗമിൻ മിസ്കീന, അവരോരോ ദിവസത്തിനും ഒരു സാധുവിന് ഭക്ഷണം കൊടുക്കുക എന്നത് മാത്രം മതിയായതാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ആജിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നോമ്പെടുക്കാൻ കഴിവില്ലാത്ത വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരപ്പോഴും ബുദ്ധിസ്ഥിരതയുള്ള ആളുകളെ കുറിച്ചിട്ടാണ്. എന്നാൽ ഒരാളുടെ ബുദ്ധി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി, നമ്മുടെ നാട്ടിൽ ചെന്നിയെത്തി എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ആ രൂപത്തിൽ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ദീനിൻ്റെ ഒരു തക്ലീഫും ദീനിൻ്റെ ഒരു ബാധ്യതകളും അവർക്കില്ല എന്നുള്ളതാണ്. അവർ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പ്രായാധിക്യം എത്തി, എന്താണ് പറയുന്നത് എന്ന് അവർക്ക് അറിയില്ല, എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാകും, ചിലപ്പോൾ ആരോടാണ് അഭിസംബോധന ചെയ്യുന്നത് എന്നൊന്നും അവർക്ക് മനസ്സിലാവുകയില്ല. ചിലപ്പോൾ സ്വന്തം മക്കളെ പോലും അവർക്ക് എല്ലാ നേരത്തും തിരിച്ചറിയുകയില്ല. ചിലപ്പോൾ തിരിച്ചറിയും, ചിലപ്പോൾ തിരിച്ചറിയുകയില്ല. ഈ രൂപത്തിലൊക്കെയുള്ള അവസ്ഥ എത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദീനിൻ്റെ തക്ലീഫുകളില്ല എന്നാണ്. അവർ നിസ്കരിക്കേണ്ടതില്ല. അതുപോലെ തന്നെ അവർ റമളാൻ മാസം എത്തിയാൽ അവർക്ക് നോമ്പ് അനുഷ്ഠിക്കേണ്ടതുമില്ല. അതുകൊണ്ട് തന്നെ
റമളാനിൽ അങ്ങനെ നോമ്പ് നഷ്ടപ്പെട്ടാൽ അവർക്കതിനു പകരമായി ഒന്നും നൽകേണ്ടതില്ല. അവരെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞത്. എന്നാൽ ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷേ പ്രായാധിക്യം കാരണത്താൽ, ആരോഗ്യസ്ഥിതി വഷളായ കാരണത്താൽ അവർക്ക് നോമ്പെടുക്കാൻ സാധിക്കുന്നില്ല. അത്തരക്കാരായ ആളുകളെ കുറിച്ചിട്ടാണ് ആദ്യം പറഞ്ഞത്. വൽ ആജിസു അനി സൗമി ലിക്കിബർ, കിബർ കാരണത്താൽ, കിബർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രായാധിക്യം, അങ്ങേയറ്റം കെബീറുസിന്നായി പ്രായാധിക്യം എത്തിയ ആളുകൾ, അവർക്ക് അങ്ങനെ നോമ്പെടുക്കാൻ സാധിക്കുന്നില്ല. അതിനോടൊപ്പം അദ്ദേഹം ചേർത്ത് പറഞ്ഞ ആൾക്ക് ഒരേ വിധിയായതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഔമാർ അലിൻ ലായുർജ ബുർഉഹു. നമ്മൾ നേരത്തെ ഒരു രോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ രോഗമെല്ലാം മാറാവുന്ന രോഗങ്ങളാണ്, റമളാനിലേക്ക് താൽക്കാലികമായി ഉണ്ടായ രോഗങ്ങളാണ്. അതുകൊണ്ടാണ് അത് പിന്നീട് നോറ്റുവീട്ടേണ്ട വിഷയമൊക്കെ പറഞ്ഞത്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗമാണുള്ളത്. അത്തരത്തിലുള്ള ഒരു രോഗമാണ് അത്. നമ്മുടെ വന്നിൽ നമ്മൾ പറയുന്ന കാര്യമാണ്, അങ്ങനെ തന്നെയാണ് അത് പറയുക. അല്ലെങ്കിൽ ഏത് രോഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന സമയത്ത് അത് മാറ്റാൻ കഴിവുള്ളവനാണ്. പക്ഷേ ബാഹ്യമായി നമുക്ക് മനസ്സിലാകുന്ന ചില രോഗങ്ങൾ ഉണ്ടാകും. അതിൽ നിന്നൊരു ഷിഫ ഉടനെ പ്രതീക്ഷിക്കേണ്ടതില്ലാത്ത, അഥവാ അയാൾക്ക് മറ്റൊരു ദിവസം നോമ്പെടുക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു തആല പറഞ്ഞതുപോലെ ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, മറ്റൊരു ദിവസം അത് നോമ്പ് നോറ്റുവിട്ടുക എന്നുള്ളത് സാധിക്കാത്ത വിധം രോഗമുള്ള, സ്ഥിരമായ രോഗമുള്ള ഒരാളുകളെ സംബന്ധിച്ചിടത്തോളമാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് പറഞ്ഞത്? ഫഇന്നഹു യുത്ഇമു അൻ കുല്ലി യൗമിൻ മിസ്കീന, അയാൾ ഓരോ ദിവസത്തിനും ഒരു മിസ്കീന്, സാധുവിന് ഭക്ഷണം കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം ഈ വിഷയത്തിൽ അങ്ങനെ തന്നെ ഫത്വ നൽകിയത് കാണാൻ സാധിക്കും. അദ്ദേഹം വഅലൽ ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ എന്ന് സൂറത്തുൽ ബഖറയിൽ 184-ാമത്തെ ആയത്തിൽ അദ്ദേഹം പറയുന്നത് ഹുവ ശൈഖുൽ കബീർ വൽ മർഅത്തുൽ കബീറ, ഇത് പ്രായാധിക്യമുള്ള പുരുഷനും പ്രായാധിക്യമുള്ള സ്ത്രീകളെയും സംബന്ധിച്ചിടത്തോളമാണ്. ലാ യസ്തതിആനി അൻ യസൂമ, അവർക്ക് രണ്ടുപേർക്കും പ്രായാധിക്യം കാരണത്താൽ, ആണാകട്ടെ പെണ്ണാകട്ടെ, അവർക്ക് നോമ്പെടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഫയുത്ഇമാനി മകാന കുല്ലി യൗമിൻ മിസ്കീന, ഓരോ നോമ്പിൻ്റെയും സ്ഥാനത്ത് പകരമായി സാധുവിന് ഭക്ഷണം കൊടുത്താൽ മതി എന്ന് അദ്ദേഹം ഫത്വ നൽകിയത് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഈ ആയത്തിൻ്റെ തഫ്സീറായി അദ്ദേഹത്തിൻ്റെ ഹദീസിൽ കൊടുത്തത് കാണാൻ സാധിക്കും. അപ്പോൾ പ്രായാധിക്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ വീട്ടിലൊക്കെ പ്രായാധിക്യമുള്ള ആളുകളുണ്ട്, അവർക്ക് നോമ്പെടുക്കാൻ കഴിയില്ല, പ്രയാസമുള്ള ആളുകളാണ് എങ്കിൽ ഓരോ ദിവസവും ആ ദിവസത്തിന് കണക്കാക്കിയിട്ട് ഭക്ഷണം കൊടുത്താൽ മതി. മഹാനായ സഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം വളരെയധികം 100 വയസ്സിന് മുകളിൽ ജീവിച്ച വ്യക്തിയാണ്, സഹാബിയാണ്. വളരെയധികം പ്രായാധിക്യം അദ്ദേഹത്തിനുണ്ടായ അവസാന സമയത്ത് അദ്ദേഹത്തിന് നോമ്പനുഷ്ഠിക്കാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ഓരോ ദിവസത്തെ നോമ്പിനും പകരമായി മിസ്കീന് ഭക്ഷണം കൊടുത്തതായി ഹദീസിൽ കാണാൻ സാധിക്കും. അദ്ദേഹം ചെയ്തിരുന്ന രൂപവുമുണ്ട്. അദ്ദേഹം മാസാവസാനം എല്ലാവരെയും ഒരുമിച്ച് വിളിച്ചുകൊണ്ട്, 30 നോമ്പാണെങ്കിൽ 30 പേരെ വിളിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ഭക്ഷണം തയ്യാറാക്കിയിട്ട് അത് കൊടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പതിവ്. ഒരാൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി അങ്ങനെയല്ല, നമുക്കങ്ങനെ വീട്ടിൽ വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെയും ഒരാൾക്ക് ചെയ്യാം, വീട്ടിലേക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം. ഇനി അതിനും സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിനുള്ള ധാന്യം കൊടുത്താൽ മതി, ഭക്ഷണം ഉണ്ടാക്കാനുള്ള ധാന്യം കൊടുത്താൽ മതി. ആ ധാന്യം കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കണക്കായി പറയുന്നത് അത് 1/2 സാ വെച്ചിട്ടാണ്. 1/2 സാ എന്ന് പറയുന്നത് ഏകദേശം 1.5 കിലോ അരിയായിരിക്കും. കാരണം സാ 3 കിലോ ആണ് നമ്മൾ സൂക്ഷ്മതയായി കണക്കാക്കിയിട്ടുള്ളത്. സാ എന്ന് പറയുന്നത് അരി തൂക്കുന്ന ഒരു, നമ്മുടെ പറ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനമാണ് സാ എന്ന് പറയുന്നത്, തൂക്കുന്നതാണ്. അത് 4 മുദ്ദാണ് ഉണ്ടാവുക. ഒരൊത്ത വീതിയുള്ള കൈയുള്ളൊരു മനുഷ്യൻ്റെ 4 കൈ കൊണ്ട് കോരിയിടുന്നതായിരിക്കും ഏകദേശം സാ. അപ്പോൾ ആ സാ, അതിൻ്റെ പാത്രമുണ്ട്, സനതോടുകൂടിയുള്ള പാത്രങ്ങളൊക്കെ ഇന്നും ലഭ്യമാണ്. അപ്പോൾ ആ സാ കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ 2900 സംതിങ് ഗ്രാമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ശൈഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ 3 കിലോ ആയി അത് കണക്കാക്കാൻ പറഞ്ഞിട്ടുള്ളത്. സൂക്ഷ്മതയാണ്. അതിൽ കുറവ് അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. അപ്പോൾ 3 കിലോ കണക്കാക്കിയാൽ ഒരു നോമ്പിന് 1.5 കിലോ അരിയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു നോമ്പിന് 1.5 കിലോ അരി ആയിരിക്കും കൊടുക്കുക. അപ്പോൾ എത്ര ദിവസമാണോ നോമ്പ് നഷ്ടപ്പെട്ടത് അത്ര ദിവസത്തിന് കണക്കാക്കി. ഇപ്പോൾ ഈ രോഗം മാറാത്ത പ്രതീക്ഷയില്ലാത്ത ആളുകളാകുമ്പോൾ അവർക്ക് തീർച്ചയായും മുഴുവൻ നോമ്പും ഉണ്ടാവും. 29 അല്ലെങ്കിൽ 30 നോമ്പുണ്ടാവും. 30 നോമ്പാണെങ്കിൽ ഓരോ നോമ്പിനും 1.5 കിലോ വെച്ചിട്ട് 45 കിലോ അരി അത് സാധുക്കൾക്ക് വിതരണം ചെയ്യുക എന്നുള്ളതാണ്. അത് അരി തന്നെ വിതരണം ചെയ്താൽ അതിൻ്റെ കഫാറത്ത് പ്രായശ്ചിത്തം മതിയായതാണ്. അതോടൊപ്പം ആരെങ്കിലും ഇറച്ചിയോ അതല്ലെങ്കിൽ അങ്ങനെ കറി വെക്കാനുള്ള വല്ലതും കൊടുക്കുകയാണ് എങ്കിൽ അത് നല്ലതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അത് നല്ലതാണ്, അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ
നല്ലതാണ്. അല്ലെങ്കിൽ അരി തന്നെ, ധാന്യം തന്നെ കൊടുക്കുക എന്നുള്ളത് മതിയായതാണ്. ഒരു നോമ്പിന് 1.5 കിലോ അരി. അപ്പോൾ വീട്ടിലൊക്കെ അങ്ങനെ പ്രായാധിക്യമുള്ള ആളുകളുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടി അവരുടെ രക്ഷാധികാരികൾ അല്ലെങ്കിൽ അവരാരാണ് നോക്കുന്നത്, പരിപാലിക്കുന്നത്, അവരത് ശ്രദ്ധിക്കുക. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ബുദ്ധി മറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിയ ആളുകളാണ് എങ്കിൽ അവർക്ക് വേണ്ടി അങ്ങനെ കൊടുക്കേണ്ടതില്ല. കാരണം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് തന്നെ ബാധ്യത ആക്കിയിട്ടില്ല. അപ്പോൾ ബാധ്യത ഇല്ലാത്ത കാര്യത്തിന് പിന്നീട് പ്രായശ്ചിത്തമില്ല എന്ന് മനസ്സിലാക്കുക. അടുത്ത ശേഷം പിന്നീട് നോമ്പിൻ്റെ ആരെങ്കിലുമൊക്കെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ വിധിയാണ്, അതിനെ കഫാറത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് പിന്നീട് അദ്ദേഹം പറയുന്നത്. ഓമൻ അഫ്തറ ഫഅലൈഹി അൽ ഖളാഉ ഫഖത്ത്. ആരെങ്കിലുമൊക്കെ നോമ്പ് മുറിച്ചാൽ, റമളാനിൻ്റെ പകലിൽ ആരെങ്കിലുമൊക്കെ നോമ്പ് മുറിച്ചാൽ, ഓമൻ അഫ്തറ, ആരെങ്കിലുമൊക്കെ നോമ്പ് മുറിച്ചാൽ ഫഅലൈഹി അൽ ഖളാഉ ഫഖത്ത്, അവന് ആ മുറിച്ച നോമ്പിന് പകരമായിട്ട് ഒരു ഖളാ നോമ്പ് പിന്നീട് എടുത്താൽ മതിയാണ്. ഖളാ നോമ്പ് പിന്നീട് എടുത്താൽ മതിയാകുന്നതാണ്. ഖളാഉ ഫഖത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിന് വേറെ പ്രായശ്ചിത്തമൊന്നും ശറഇൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അതല്ലാതെ തെറ്റല്ല എന്നല്ല. മറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അവൻ ഖളാ ഇല്ല എങ്കിലും അവൻ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതുണ്ട്. കാരണം റമളാനിൻ്റെ പകലിൽ ഒരു കാരണവുമില്ലാതെ ഒരാൾ നോമ്പ് മുറിക്കുക എന്നുള്ളത് ഗൗരവമുള്ള പാപമാണ്, തെറ്റായ കാര്യമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. റമളാനിൻ്റെ പകലിൽ ആരെങ്കിലും അങ്ങനെ നോമ്പ് മുറിച്ചിട്ടുണ്ട് എങ്കിൽ ആ നോമ്പിന് പകരമായി അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഖളാ വീട്ടേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതല്ലാത്ത കഫാറത്തൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. അതായത് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമെന്നോ അതല്ലെങ്കിൽ ആ രൂപത്തിൽ അധികം നോമ്പെടുക്കണമെന്നോ അങ്ങനെ ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നാൽ അവൻ ആ ഒരു ദിവസത്തെ ഖളാ വീട്ടുക, അതോടൊപ്പം തന്നെ ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്യുക. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് നോമ്പ് മുറിക്കാറുള്ളത് അത് അദ്ദേഹം പറയുന്നുണ്ട്. ഇദാ കാന ഫിത്റുഹു ബിഅക്ലിൻ ഔ ബിശുർബിൻ ഔ ഖൈഇൻ അൻദ. ഇതൊക്കെ നോമ്പ് മുറിയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഇദാ കാന ഫിത്റുഹു, അവൻ നോമ്പ് മുറിക്കുന്നത് ബിഅക്ലിൻ, വല്ലതും കഴിച്ചുകൊണ്ടാണെങ്കിൽ, ഔ ബിശുർബിൻ, വല്ലതും കുടിച്ചുകൊണ്ടാണെങ്കിൽ, ഔ ഖൈഇൻ അൻദ, മനഃപൂർവ്വമുള്ള ഛർദി ഉണ്ടാക്കിയിട്ട് നോമ്പ് മുറിച്ചതാണെങ്കിലും അതിൻ്റെയൊക്കെ വിധി അങ്ങനെയാണ്. അതിനുശേഷം വേറൊരു ജിമാഇൻ്റെ വിഷയം വരുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരുള്ള ബന്ധം, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഹുക്മ് വേറെ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായി ഈ 3 കാര്യങ്ങൾ അദ്ദേഹം പറയാണ്. ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, മനഃപൂർവ്വം അവൻ ഛർദ്ദിക്കുക. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സഹോദരങ്ങളെ എന്ത് നിർബന്ധമാക്കുന്നുണ്ട്? നോമ്പ് ഒരാളുടെ ബാത്തിലാക്കുന്നുണ്ട്, നോമ്പിനെ മുറിച്ചു കളയുന്ന മുഫ്തിറാത്തിൽപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിലൊരാൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ മറ്റൊരു ദിവസം നോമ്പെടുക്കേണ്ടതുണ്ട്. ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ അതിനോടൊപ്പമാണ് പണ്ഡിതന്മാർ ജിമാഇന്, ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിനെയും എണ്ണിയിട്ടുള്ളത്. ഈ 3 കാര്യങ്ങളാണ് ഉസൂലുൽ മുഫ്തിറാത്ത്, നോമ്പ് മുറിയുന്ന അടിസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം നോമ്പിൻ്റെ ഹദീസിൽ കാണാം, നോമ്പെടുക്കുന്നവൻ യദഉ തആമഹു വശറാബഹു വശഹ്വതുഹു മിൻ അജ്ലി, നോമ്പുകാരന് കണക്കില്ലാത്ത പ്രതിഫലമുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഖുദ്സിയായ ഹദീസാണ്. അപ്പം അതിൽ പറഞ്ഞതാണ്, നോമ്പുകാരൻ അവൻ ഭക്ഷണവും പാനീയവും അവൻ്റെ ദേഹേച്ഛകളും ഷഹ്വത്തും അവൻ എനിക്ക് വേണ്ടി ഒഴിവാക്കുന്നവനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണവും പാനീയത്തിൻ്റെ വിഷയത്തിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമേ അല്ല. ഭക്ഷണപാനീയങ്ങൾ ഏതുമാകട്ടെ അത് അവൻ കഴിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ്റെ നോമ്പ് മുറിയും. അതോടൊപ്പം പറഞ്ഞു ഔ ഖൈഇൻ അൻദ, ഖൈ എന്ന് പറഞ്ഞാൽ ഛർദിയാണ്. പക്ഷെ അദ്ദേഹം ഛർദിക്കൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. ഖൈഇൻ അൻദൻ എന്നാണ് പറഞ്ഞത്. അൻദൻ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം എന്നാണ് അർത്ഥം. അപ്പോൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഛർദിക്കാണ് ഒരാളുടെ നോമ്പിനെ മുറിച്ച് കളയാൻ സാധിക്കുക. മനഃപൂർവ്വമല്ലാതെ എങ്ങനെ വരുന്ന ഛർദിക്ക് നോമ്പ് മുറിയുന്നതല്ല. ഒരാൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഛർദി എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പറയുന്നു 2 രൂപത്തിലാണ്. ഒന്നുകിൽ അവൻ വായിൽ വിരലിട്ടോ മറ്റോ ഒക്കെ മനഃപൂർവ്വം ഛർദിപ്പിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് മനഃപൂർവ്വമുള്ള ഛർദിയാണ്, നോമ്പിനെ മുറിച്ച് കളയുന്നതാണ്. അതല്ലെങ്കിൽ ഛർദിക്കുമെന്ന് ഉറപ്പുള്ള, ഛർദിൽ വരുമെന്ന് ഉറപ്പുള്ള വല്ല സ്ഥലത്തും അവൻ പോകുക, പ്രത്യേക ഗന്ധമുള്ള അല്ലെങ്കിൽ പ്രത്യേക വൃത്തികെട്ട കാഴ്ചകളുള്ള, കാണുമ്പോൾ തന്നെ അറുപ്പ് കൊണ്ട് ഛർദ്ദിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് മനഃപൂർവ്വം ഒരാൾ പോയി അങ്ങനെ ഛർദ്ദിക്കുകയാണെങ്കിൽ ഇത് രണ്ടും മനഃപൂർവ്വമുള്ള ഛർദ്ദിയായിട്ടാണ് പരിഗണിക്കപ്പെടുക. അതൊരാളുടെ നോമ്പിനെ മുറിച്ച് കളയുന്നതാണ്. എന്നാൽ അതല്ലാത്ത രൂപത്തിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മണത്തു, അപ്പോൾ ഒരു ഛർദ്ദി ഒരാൾക്ക് വന്നു, അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ രോഗം കാരണത്താൽ പെട്ടെന്നൊരു ഛർദ്ദി വന്നു, അത്തരം ഛർദ്ദികൾ നോമ്പിനെ മുറിക്കുകയില്ല എന്നാണ്. എന്താണ് അതിനുള്ള തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇമാം അബൂ ദാവൂദും തിർമിദിയും ഇബ്നു മാജയൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ സഹീഹാണെന്ന് ഉദ്ധരിച്ച ഹദീസാണ്. മൻ ദറഅഹു അൽ ഖൈഉ, ആർക്കെങ്കിലുമൊക്കെ ഛർദിൽ വന്നാൽ ഫലൈസ അലൈഹിൽ ഖളാ, അവന് നോമ്പ് നോറ്റു വീട്ടേണ്ട ബാധ്യതയില്ല, ഖളാ വീട്ടേണ്ടതില്ല. എന്നാൽ വമനിസ്തഖാഅ അൻദ,
ആരെങ്കിലും മനഃപൂർവ്വം ഛർദിച്ചാൽ ഫല്യഖ്ളി, അവൻ നോമ്പ് നോറ്റുവിട്ടട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ചില ഹദീസിൽ അതേ രീതിയിൽ ഫല്യഖ്ളി, നോമ്പ് അനുഷ്ഠിക്കട്ടെ എന്ന് വന്നതിനാൽ പണ്ഡിതന്മാർ പറഞ്ഞു മനഃപൂർവ്വം നോമ്പ് മുറിച്ചാൽ എന്തായാലും അവൻ ഖളാ വീട്ടേണ്ടതുണ്ട്. കാരണം ചില ഹദീസുകളിൽ ആരെങ്കിലുമൊക്കെ നോമ്പ് ഒഴിവാക്കി കഴിഞ്ഞാൽ അവൻ ഒരു വർഷം മുഴുവൻ നോമ്പെടുത്താലും അതിന് പകരമാകുകയില്ല എന്ന ഹദീസുകളുണ്ട്. ആ ഹദീസ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കടുത്ത താക്കീതാണ്. നോമ്പിൻ്റെ പകലിൽ ഒരാൾ നോമ്പ് ഒഴിവാക്കുക, മനഃപൂർവ്വം ഒഴിവാക്കുക എന്നുള്ളതിൻ്റെ താക്കീത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതല്ല എങ്കിൽ ഈ ഹദീസിലൊക്കെ അവൻ പകരം ഖളാ വീട്ടേണ്ടതുണ്ട്, നിർബന്ധമാണ്. വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മനഃപൂർവ്വം ഛർദ്ദിക്കുകയോ ചെയ്താൽ അവൻ നിർബന്ധമായിട്ടും എന്ത് ചെയ്യേണ്ടതുണ്ട്? ഫല്യഖ്ളി, അവൻ നോമ്പ് ഖളാ വീട്ടേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം ഇസ്തിഗ്ഫാർ, മനഃപൂർവ്വം ചെയ്യുന്ന ഈ കാര്യത്തിനൊക്കെ ഇസ്തിഗ്ഫാർ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരു തിന്മയാണ് അവൻ ചെയ്തിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം നോമ്പ് മുറിയുന്ന കാര്യമായിട്ട് പറയുന്നത് ഔ ഹിജാമ, ഹിജാമയെ കുറിച്ചിട്ടാണ്. എന്താണ് ഹിജാമ? ഹിജാമ അറിയപ്പെട്ട കാര്യമാണ്. ശരീരത്തിലുള്ള മോശം രക്തം അതിൻ്റെ ഏറ്റവും പുറത്തെ തൊലികളിൽ നിന്നും അത് പ്രത്യേകം വലിച്ചെടുക്കുന്ന രീതിക്കാണ് ഹിജാമ എന്ന് പറയുന്നത്. ആ ഹിജാമ ചെയ്തു കഴിഞ്ഞാൽ നോമ്പ് മുറിയുമോ? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ലാ അദ്ദേഹം പറയുന്നത് ഹാദിഹി മസ്അലത്തു മിൻ അസ്അബി മസാഇൽ സിയാം, സിയാമിൻ്റെ നോമ്പിൻ്റെ മസ്അലകളിൽ വളരെ പ്രയാസമുള്ളൊരു മസ്അലയാണ്. പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അതുമായി ബന്ധപ്പെട്ട രണ്ടു ഭാഗത്തും ശക്തമായ തെളിവുകൾ കാണാൻ സാധിക്കും. ഹിജാമ ചെയ്താൽ നോമ്പ് മുറിയുമെന്ന് ഉണ്ട്, അതുപോലെ ഹിജാമ ചെയ്താൽ മുറിയുകയില്ല, അങ്ങനെ ശക്തമായ തെളിവുകൾ രണ്ടു ഭാഗത്തും ഉള്ളതിനാൽ അദ്ദേഹം അത് പറഞ്ഞതാണ്. കാരണം നോമ്പ് മുറിയുമെന്നാണ് പ്രബലമായൊരു അഭിപ്രായം. ഹംബലി മദ്ഹബിലൊക്കെ പ്രബലമായൊരു അഭിപ്രായം അതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇദ്ദേഹം ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹം ഈ അഭിപ്രായം എടുത്തു കൊടുത്തത്. കാരണം ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് അഫ്തറൽ ഹാജിമു വൽ മഹ്ജൂം, അഫ്തറൽ ഹാജിമു വൽ മഹ്ജൂം, ഹിജാമ ചെയ്തവനും അതുപോലെ ഹിജാമ ചെയ്യപ്പെട്ടവൻ രണ്ടുപേരുടെയും നോമ്പ് മുറിഞ്ഞിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ജുംഹൂർ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് ഹിജാമ നോമ്പിനെ മുറിക്കുകയില്ല എന്നാണ്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, ഒരുപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട തെളിവുകളെല്ലാം പഠിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായത് ഹിജാമ നോമ്പിനെ മുറിക്കുകയില്ല എന്നാണ്. പക്ഷെ ശക്തമായൊരു അഭിപ്രായ വ്യത്യാസമായതിനാൽ ആരെങ്കിലും അങ്ങനെ ഹിജാമ ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക അത് രാത്രിയിലേക്ക് വൈകിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം അഭിപ്രായ വ്യത്യാസം ശക്തമാണ്. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ എപ്പോഴും സൂക്ഷ്മത പാലിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമായിട്ടുള്ളത്. അഭിപ്രായ വ്യത്യാസം വിഷയത്തിൽ നമുക്ക് സൂക്ഷ്മത കാണിക്കാൻ പറ്റുന്ന വിഷയമാണ് എങ്കിൽ തീർച്ചയായും അത്തരം സൂക്ഷ്മത കാണിച്ച് മഗ്രിബിന് ശേഷം ഫജറിന് മുമ്പേ വരെയുള്ള സമയത്ത് ഒരാൾക്ക് ഹിജാമ ചെയ്യണമെങ്കിൽ അതാണ് ഏറ്റവും നന്നായിട്ടുള്ളത്. എന്നാൽ അദ്ദേഹം സുലൈമാൻ റുഹൈലി പറയണം, ഒരാൾക്ക് ശക്തമായ ഹിജാമ ചെയ്യേണ്ടതായ എന്തെങ്കിലുമൊക്കെ ഒരു രോഗം വളരെ പ്രയാസം വരികയാണെങ്കിൽ അത്തരക്കാരിൽ ഒരാൾ ഹിജാമ ചെയ്താൽ അയാളുടെ നോമ്പ് മുറിയുകയില്ല എന്ന് മനസ്സിലാക്കാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തുകൊണ്ട് തന്നെ ഹിജാമ ചെയ്തതായിട്ടും ഹദീസ് വന്നിട്ടുണ്ട്. പിന്നീട് അവിടുന്ന് അതിന് ഖളാ വീട്ടിയതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ രണ്ട് നിലക്കുമുള്ള ഹദീസുകൾ വന്നതിനാലാണ് പണ്ഡിതന്മാർക്കിടയിൽ ഈ അഭിപ്രായ വ്യത്യാസം നിലനിന്നത്. അതുകൊണ്ട് സൂക്ഷ്മത കാണിക്കുക, വളരെ അത്യാവശ്യമുണ്ട് എന്ന് കണ്ടാൽ മാത്രം ഹിജാമ നോമ്പിൻ്റെ പകൽ മാത്രം ചെയ്യുക, അതല്ല എങ്കിൽ രാത്രിയിലേക്ക് മാറ്റി വെക്കുക. അതാണ് ഏറ്റവും സൂക്ഷ്മത എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതിൻ്റെ കീഴെ തന്നെ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത കാര്യമാണ് അത്തബർറുഉ ബിദ്ദം, നമ്മൾ രക്തദാനം നടത്തുക എന്നുള്ളത്. കാരണം രക്തദാനത്തിന് ഹിജാമയുമായി ഒരു ബന്ധമുണ്ട്. രണ്ടിലും രക്തം ശരീരത്തിൻ്റെ പുറത്തേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടിൻ്റെയും കാരണമായി അഥവാ ഹിജാമ എന്തുകൊണ്ട് നോമ്പ് മുറിയുന്ന കാര്യമായി എന്ന് കാരണമായി പണ്ഡിതന്മാർ പറഞ്ഞത് അത് മനുഷ്യ ശരീരത്തിന് ദഅഫുണ്ടാക്കും, ദുർബലത ഉണ്ടാക്കും, പിന്നീട് അങ്ങോട്ട് നോമ്പെടുക്കാൻ സാധിക്കാതെ വരും. അങ്ങനെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? അശക്തനായി നോമ്പ് മുറിക്കേണ്ട അവസ്ഥയിലെത്തും. അതുകൊണ്ട് തന്നെ അതിൻ്റെ വാതിലായ ഹിജാമ പോലെയുള്ള ദുർബലത ഉണ്ടാക്കുന്ന രക്തമെടുത്തതിനാൽ ആൾ ക്ഷീണിച്ചു പോകും. സ്വാഭാവികമായിട്ടും ഹിജാമ ചെയ്തതിനാൽ ചില ആളുകൾക്ക് വളരെയധികം ക്ഷീണം ഉണ്ടാക്കും. കാരണം രക്തം ശരീരത്തിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ വലിയ പ്രയാസം ഉണ്ടാക്കും. നോമ്പിന് അവന് ഉന്മേഷത്തോടു കൂടി ചിലപ്പോൾ ഇരിക്കാൻ പറ്റണമെന്നില്ല, ചെയ്ത് കഴിഞ്ഞ ഉടനെയുള്ള ആ സമയത്തൊക്കെ. അപ്പം അതിന് സമാനമായ കാര്യമാണ് രക്തദാനം നടത്തുക എന്നുള്ളത്. അവിടെ പണ്ഡിതന്മാർ പറയാണ്, രക്തം ഒരാളുടെ ശരീരത്തിൽ നിന്ന് അല്പം വാർന്നൊലിച്ചാൽ അത് കുഴപ്പമുള്ള കാര്യമല്ല, ഇജ്മാ ഉള്ള കാര്യമാണ്. ഒരാളുടെ ശരീരത്തിൽ നിന്ന് അല്പം ഒന്ന് മുറിവ് വന്ന് രക്തം പോയാൽ അയാളുടെ നോമ്പ് മുറിയുകയില്ല. എന്നാൽ ഒരാൾ രക്തദാനം നടത്തുകയാണ്, അവിടെ രക്തദാനം നടത്തുന്ന സമയത്ത് ഒരുപാട് രക്തം പോകുന്നുണ്ട്. ഹിജാമയിനേക്കാളും കൂടുതൽ രക്തദാനം നടത്തുമ്പോൾ പോകുന്നുണ്ട്. നേരിട്ട് നരമ്പ് എടുക്കുന്നതാണ്. അപ്പോൾ
അത്തരം കാര്യങ്ങളിൽ നേരത്തെ അഭിപ്രായം പറഞ്ഞ ഹിജാമയിൽ നോമ്പ് മുറിയുമെന്ന അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരെല്ലാവരും തന്നെ അത്തരം രക്തദാനം നോമ്പിനെ മുറിച്ചു കളയുമെന്ന അഭിപ്രായക്കാരാണ്. എന്നാൽ ഹിജാമ കൊണ്ട് നോമ്പ് മുറിയുകയില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അവർ രക്തദാനം കൊണ്ട് നോമ്പ് മുറിയുകയില്ല എന്ന അഭിപ്രായമാണ്. ഇവിടെയും ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നത്, ഒരാൾക്ക് അത്ര അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ രാത്രിയിൽ പറ്റുമോ എന്ന് നോക്കുക. മഗ്‌രിബിന് ശേഷം പോയി രക്തം കൊടുത്താൽ മതിയാകുമോ എന്ന് നോക്കുക. അതല്ലാതെ വേറൊരു വഴിയില്ല എങ്കിൽ അയാൾക്ക് പകൽ വേണമെങ്കിൽ നോമ്പ് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. വളരെ വേണ്ടപ്പെട്ട ഒരാൾ അപകടം പറ്റി രക്തം അത്യാവശ്യമാണ്, ചില രക്തഗ്രൂപ്പുകൾ കുറവായിരിക്കും, അപ്പോൾ ഇന്ന ആൾ തന്നെ കൊടുക്കേണ്ട അവസ്ഥ വരും. റമദാൻ മാസമാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത്ര അത്യാവശ്യമാണെങ്കിൽ അത് വൈകിപ്പിക്കാൻ പറ്റുകയില്ല എങ്കിൽ അയാൾക്ക് അപ്പോൾ തന്നെ കൊടുക്കാൻ പറ്റും. അത് നോമ്പിനെ മുറിച്ചു കളയുകയില്ല എന്നാണ് പറയുന്നത്. കാരണം ഹിജാമയോട് ഖിയാസ് ചെയ്തിട്ടാണ് രക്തദാനത്തെ പണ്ഡിതന്മാർ മനസ്സിലാക്കിയത്. ഹിജാമ കൊണ്ട് മുറിയുകയില്ല എന്നാണ് മനസ്സിലാക്കുന്നതെങ്കിൽ രക്തദാനം കൊണ്ടും മുറിയുകയില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അല്ലാഹു അഅലം, നമുക്ക് ഇന്ന് സമയത്ത് നമുക്ക് ബ്ലഡ് ബാങ്കുകൾ മഗ്‌രിബിന് ശേഷമൊക്കെ അവൈലബിൾ ആണ് എങ്കിൽ നമുക്കറിയാം അത് പിന്നീട് പോയി കൊടുത്താൽ മതി. എന്തായാലും നമ്മൾ കൊടുക്കുന്ന രക്തം ഉടനെ അല്ല അവിടുന്ന് കൊടുക്കുന്നത്. അത് പരിശോധിച്ച് വ്യക്തമാക്കി മനസ്സിലാക്കിയത് പിന്നീടാണ് കൊടുക്കുക. നമ്മുടെ രക്തം തന്നെ അവർ കൊടുക്കണം എന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഓപ്ഷൻ ഉണ്ട് എങ്കിൽ നമുക്ക് മഗ്‌രിബിന് ശേഷം വന്ന് രക്തം തരാനുള്ള അവസരമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതല്ല നിർബന്ധ സാഹചര്യം വരികയാണ് എങ്കിൽ അല്ലാഹു അലം അവർക്ക് പകല് തന്നെ കൊടുക്കാവുന്നതാണ്. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. പിന്നീട് നോമ്പ് മുറിയുന്ന കാര്യമായി അദ്ദേഹം പറയുന്നത് ഔ ഇംനാഇൻ ബി മുബാശറ, നേർക്ക് നേരെ മനി പുറത്തേക്ക് വരിപ്പിക്കുക എന്നാണ്. പുരുഷന്റെ ലൈംഗിക ദ്രാവകത്തെക്കുറിച്ചാണ് മനി എന്ന് പറയുന്നത്. അത് രണ്ടാലൊരു രൂപത്തിലേക്ക് പുറത്തേക്ക് വരാം. ബി മുബാശറത്തി ഫിഅലിൻ ഔ ബി മുബാശറത്തി സബബ്, എന്തെങ്കിലുമൊക്കെ നേർക്ക് നേരെയുള്ള പ്രവർത്തികൾ, ആരെങ്കിലും കൈകൊണ്ട് തൻ്റെ ലൈംഗികാവയം സ്പർശിച്ചുകൊണ്ട് ലൈംഗിക ദ്രാവകം പുറത്തു വരികയാണ് എങ്കിൽ അത് തെറ്റായ കാര്യമാണ്. അതിൻ്റെ ഹുക്കുമല്ല ഇവിടെ പറയുന്നത്, മറിച്ച് അത് നോമ്പിനെ മുറിച്ചു കളയും എന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഔ ബി മുബാശറത്തി സബബിൻ, അതല്ലെങ്കിൽ നേർക്ക് നേരെയുള്ള വല്ല കാരണങ്ങളുണ്ടായി ഹറാമായ കാര്യങ്ങളിലേക്ക് ഒരാൾ നോക്കി. ഹറാമായ കാര്യങ്ങളിലേക്ക് നോക്കൽ നിഷിദ്ധമാണ്, അതല്ല ഇവിടെ ചർച്ച. പക്ഷെ ഒരാൾ ഹറാമായ ഒരു കാര്യത്തിലേക്ക് നോക്കി, അന്യ സ്ത്രീയിലേക്ക് നോക്കി, നഗ്നതയിലേക്ക് നോക്കി, അങ്ങനെ നോക്കിയിരുന്നിട്ട് അവൻ്റെ മനീയ തന്നെ പുറത്തേക്ക് വരുന്ന അവസ്ഥ ഉണ്ടായാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നോമ്പ് മുറിയും എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. നോമ്പ് മുറിയും, അവൻ കുറ്റക്കാരനാണ്. അത് നോക്കിയതിൻ്റെ പേരിൽ കുറ്റക്കാരനാണ്. റമദാൻ മാസത്തിൻ്റെ പകലിലാണ് എന്നുള്ള കാരണത്താലും കുറ്റക്കാരനാണ്. അത് നോമ്പ് മുറിച്ചു എന്നുള്ള കാരണത്താലും കുറ്റക്കാരനാണ്. എല്ലാ നിലക്കും കുറ്റക്കാരനാണ്. അതല്ല എങ്കിൽ തന്നെ അത് കുറ്റമാണ്. പക്ഷെ റമദാനിൻ്റെ പകലാകുമ്പോൾ അത് കുറ്റം കൂടും. അതുപോലെ നോമ്പ് മുറിഞ്ഞു എന്നുള്ള കാരണത്താൽ, മനഃപൂർവ്വം നോമ്പ് മുറിച്ചു എന്നുള്ള കാരണത്താൽ അത് വീണ്ടും കുറ്റം കൂടുന്ന കാര്യമാണ്. അത് ഹറാമാണ്. അതോടൊപ്പം തന്നെ നോമ്പ് മുറിച്ചു കളയുന്ന കാര്യമാണ്. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നു, എന്നാൽ ഒരാളുടെ കയ്യിലില്ല, അയാളുടെ മനസ്സിൽ അവനറിയാതെ തന്നെ ഹറാമായ ചിന്തകളൊക്കെ വന്ന് അവന് നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിൽ അങ്ങനെ ചിന്തകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ മനിയുണ്ടായത് എങ്കിൽ അത് അവൻ്റെ നോമ്പിനെ മുറിച്ചു കളയുകയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കാര്യം കൊണ്ടാണെങ്കിൽ മുറിച്ചു കളയുകയില്ല. എന്നാൽ മനഃപൂർവ്വമാണ് അവൻ ചെയ്യുന്നത് എങ്കിൽ അത് നോമ്പിനെ മുറിച്ചു കളയും. എന്നാൽ ഇതോടൊപ്പം മനസ്സിലാക്കുക, സ്വപ്നസ്ഖലനം എന്ന് പറയുന്നത് നോമ്പിനെ മുറിച്ചു കളയുന്ന കാര്യമല്ല. ഒരാൾ പകൽ ഫജ്റിന് ശേഷം കിടന്നുറങ്ങി, അല്ലെങ്കിൽ ളുഹറിന് ശേഷം കിടന്നുറങ്ങി, അങ്ങനെ ഉറക്കത്ത് സ്വപ്നസ്ഖലനം ഉണ്ടായാൽ അത് അവൻ്റെ നോമ്പിനെ മുറിച്ചു കളയുന്ന കാര്യമല്ല. പക്ഷെ അവൻ്റെ ത്വഹാറത്ത് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യണം? കുളിക്കേണ്ടതുണ്ട്. സ്വപ്നസ്ഖലനം ഉണ്ടായാൽ ജനാബത്തുകാരൻ കുളിക്കുന്നത് പോലെ തന്നെ കുളിക്കേണ്ടതുണ്ട്. പക്ഷെ അത് അവൻ്റെ നോമ്പിനെ മുറിച്ചു കളയുകയില്ല എന്ന കാര്യം മനസ്സിലാക്കുക. പിന്നീട് അദ്ദേഹം കഫാറത്തുള്ള നോമ്പ് മുറിക്കുന്ന കാര്യം, ഇപ്പം ഇത്രയും പറഞ്ഞ കാര്യത്തിനൊന്നും കഫാറത്തില്ല. ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, മനഃപൂർവ്വമുള്ള ഛർദി, ഹിജാമ, അതുപോലെ തന്നെ ഈ പറയുന്ന മനി പുറത്തേക്ക് കൊണ്ടുവരിക, ഇതെല്ലാം നോമ്പിൻ്റെ പകലിൽ ഒരാൾ ചെയ്യുകയാണെങ്കിൽ നിഷിദ്ധമായ കാര്യമാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ വേണം, ആ നോമ്പ് ഖളാ വിട്ടുകയും വേണം. പക്ഷെ വേറെ കഫാറത്തുകൾ, പ്രായശ്ചിത്തം പറഞ്ഞിട്ടില്ല. എന്നാൽ പ്രായശ്ചിത്തമുള്ള കാര്യമാണ് അടുത്ത പറയുന്നത്. ഇല്ലാ മൻ അഫ്തറ ബിജിമാഇൻ, എന്നാൽ ആരുടെയെങ്കിലും നോമ്പ് മുറിഞ്ഞത് തൻ്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ ഫൈന്നഹു യഖ്ലി, ആദ്യം അവൻ ആ നോമ്പ് നോറ്റുകൂട്ടണം. വയഅ്തിഖു റഖബ, ഒരടിമയെ മോചിപ്പിക്കണം. ഫൈൻ ലം യജിദ്, അടിമയെ അവൻ ലഭിക്കാത്ത സാഹചര്യമാണെങ്കിൽ ഫസിയാമു ശഹറൈനി മുതതാബിഇൻ, തുടർച്ചയായി 2 മാസം നോമ്പനുഷ്ഠിക്കണം. ഫഇൻ ലം യസ്തതി, ശാരീരികമായ പ്രയാസം കാരണത്താൽ അവനത് സാധിക്കുന്നില്ല എങ്കിൽ ഫഇത്ആമു 60 മിസ്കീന, 60 സാധുക്കൾക്ക് അവൻ ഭക്ഷണം കൊടുക്കണം. ഈ കഫാറത്തിനാണ് പണ്ഡിതന്മാർ അൽ കഫാറത്തുൽ മുഗല്ലള, ഏറ്റവും കടുത്ത കഫാറത്ത്, ദീനിലുള്ള ഏറ്റവും കടുത്ത കഫാറത്തിൽപ്പെട്ട കാര്യമാണ് റമദാനിൻ്റെ പകലിലാണ്
വളരെ കൃത്യമായി മനസ്സിലാക്കുക, രാത്രിയിലല്ല. റമളാനിൻ്റെ പകലിൽ ആരെങ്കിലും തൻ്റെ ഭാര്യയുമായി ബന്ധപ്പെടുകയോ, അങ്ങനെ ഹലാലായ ബന്ധമാകട്ടെ അല്ലെങ്കിൽ നിഷിദ്ധമായ ബന്ധമാകട്ടെ, രണ്ടും തെറ്റാണ്, രണ്ടും ഹറാമായ കാര്യമാണ് റമളാനിൻ്റെ പകലിൽ. രണ്ടാമത്തേത് കടുത്ത ഹറാമാണ്, കാരണം ഹറാമായ ബന്ധമാണ് എന്നുള്ള കാര്യം കൂടി അവനുണ്ടാകും, അത് വ്യഭിചാരമായി തീരും. ഇനി അതല്ല എങ്കിൽ അവൻ സ്വന്തം ഭാര്യയുമായിട്ടാണ് എങ്കിൽ പോലും അത് റമളാനിൻ്റെ പകലിൽ നിഷിദ്ധമായ കാര്യമാണ്. അതുകൊണ്ടാണ് കടുത്ത താക്കീതുകൾ അതിന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് വൻപാപമാണ്, വൻപാപമായ കാര്യമാണ്. അതുകൊണ്ട് അതിന് പകരമായി അവൻ ചെയ്യേണ്ടത് ഒരു അടിമയെ മോചിപ്പിക്കണം. അതുപോലെ തന്നെ അടിമയെ മോചിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അതിന് സാധിക്കുകയില്ല, അടിമയെ കിട്ടുന്ന കാലമേ അല്ല. അതുകൊണ്ട് തന്നെ തുടർച്ചയായി 2 മാസം നോമ്പനുഷ്ഠിക്കണം. 2 മാസം എന്ന് പറഞ്ഞാൽ 2 അറബി മാസം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ 30, 60 ആയിരിക്കും, അല്ലെങ്കിൽ 30, 29, 59 ആയിരിക്കും, അല്ലെങ്കിൽ 29, 58 ആയിരിക്കും. ഏറ്റവും കുറഞ്ഞത് 58 നോമ്പ് തുടർച്ചയായി അവൻ എടുക്കണം, അല്ലെങ്കിൽ 59 അല്ലെങ്കിൽ 60, അത്രയും നോമ്പ് അവൻ തുടർച്ചയായി എടുക്കണം. അതിന് ശാരീരികമായി കഴിവില്ലാത്ത വല്ല രോഗിയോ മറ്റോ ഒക്കെ ആണ് എങ്കിൽ മാത്രം എന്ത് ചെയ്യാം, അവന് അതിനു പകരമായി 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക. അല്ലാതെ എനിക്ക് കയ്യിലാത്ത ഓപ്ഷനല്ല കാര്യമല്ല. ഈ പറയുന്ന തർത്തീബിൽ ചെയ്യൽ നിർബന്ധമായ കാര്യമാണ്. ഈ പറയുന്ന തർത്തീബിൽ ചെയ്യുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അതിന് യാതൊരു ഇളവും അവനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഒരിക്കൽ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് പറഞ്ഞു, യാ റസൂൽ അല്ലാഹ് ഹലക്ത്, അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ നശിച്ചു പോയി. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മാലക്, നിനക്ക് എന്ത് പറ്റി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, വഖഅതു അല ഇംറഅതി വഅന സായിം, ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ ഭാര്യയുമായി എനിക്കത് സംഭവിച്ചു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൽ തജിദു റഖബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ ചോദിച്ചു, നിനക്കൊരു അടിമയുണ്ടോ? അയാൾ പറഞ്ഞില്ല. ഫഹൽ തസ്തതിഉ അൻ തസൂമ ഷഹറൈൻ മുതതാബിഈൻ, നിനക്ക് 2 മാസം നോമ്പ് തുടർച്ചയായി അനുഷ്ഠിക്കാൻ പറ്റുമോ? ഖാലല, അയാൾക്ക് നോമ്പെടുക്കാൻ പറ്റാത്തതായ രോഗമുള്ള വ്യക്തിയായിരുന്നു, പ്രയാസമുള്ള വ്യക്തിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, ഫഹൽ തജിദു ഇത്ആമ 60 മിസ്കീന, നിനക്ക് 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? നോക്കുമ്പോൾ പരമദരിദ്രനാണ്, മദീനയിൽ ഏറ്റവും വലിയൊരു ദരിദ്രനായിരുന്നു അയാൾ എന്ന് ഹദീസിൻ്റെ കാണാൻ പറ്റും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് ഒരല്പം ഈത്തപ്പഴം കൊണ്ടുവന്ന് അത് ആളുകൾക്ക് മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ പറയുകയും, അങ്ങനെ അയാൾ പറഞ്ഞു, എന്നേക്കാൾ ദരിദ്രനായി ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ അയാളോട് തന്നെ അത് കഴിക്കാൻ പറയുകയുമാണ് ചെയ്തത്. ഇത് അയാൾക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ കഴിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർബന്ധമായും എന്ത് ചെയ്യണം? ഒന്ന് ഖലാ വീട്ടണം, ആ ഒരു ദിവസത്തെ നോമ്പ് ഖലാ വീട്ടണം, അതൊന്ന്. അതുപോലെ തന്നെ അതിനു മുമ്പ് ശക്തമായ ഇസ്തിഗ്ഫാർ അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അയാൾ വൻ പാപമാണ് ചെയ്തത്, ഇസ്തിഗ്ഫാർ ഉണ്ടാകണം, ഖലാ വീട്ടണം. ഈ പറയുന്ന കഫാറത്തുൽ മുഗല്ലദ അത് മിക്കവാറും തുടങ്ങുക നോമ്പിലായിരിക്കും, കാരണം ഇന്ന് അടിമമോചനമില്ല. അതുകൊണ്ട് നോമ്പ് അവൻ എടുക്കണം, അത് നിർബന്ധമായ കാര്യമാണ്. അതിനവൻ ഇളവുകളില്ല, വളരെ നിർബന്ധമായി ചെയ്യണം. ആ നോമ്പ് നോൽക്കാൻ കഴിവുള്ളൊരു വ്യക്തി അവൻ കഴിവുണ്ടായിട്ട് നോമ്പെടുത്തിട്ടില്ല എങ്കിൽ അവൻ കുറ്റക്കാരനാവും. അവൻ പിന്നീട് മിസ്കീൻ ഭക്ഷണം കൊടുത്തുകൊണ്ട് കാര്യമൊന്നുമില്ല, നിർബന്ധമായി നോമ്പെടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും പവിത്രത ആ മാസത്തിന് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുക. ഇവിടെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും, ഈ തുടർച്ചയായി 2 മാസം നോമ്പെടുക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം അവൻ ഒഴികഴിവില്ലാതെ നോമ്പ് ഉപേക്ഷിച്ചാൽ അവൻ്റെ നോമ്പ് പിന്നീട് 0 അല്ലാണ് സ്റ്റാർട്ട് ചെയ്യുക. അവന് ഇപ്പോൾ 55 ദിവസം നോമ്പെടുത്തെന്ന് വിചാരിച്ചു, 56-ാം ദിവസം വെറുതെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു കാരണമില്ല. സാധാരണ റമദാനിൽ അവൻ നോമ്പ് ഒഴിവാക്കാനുള്ള ഒഴികഴിവുകൾ അവൻ പരിഗണിക്കപ്പെടും. രോഗം വരിക, പെട്ടെന്ന് ശറഈയായ അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ട യാത്ര വരിക, ഇതിനൊക്കെ അനുവദിക്കപ്പെടും. എന്നാൽ ഒരാൾ വെറുതെ ടൂർ പോവുക, ഞാൻ വെറുതെ ടൂർ പോവുക, അത് നിർബന്ധമുള്ളൊരു കാര്യമല്ല. അതിനുവേണ്ടി 2 ദിവസം ഒഴിവാക്കിയാലോ അത് പാടില്ലാത്ത കാര്യമാണ്. അതല്ലെങ്കിൽ ഇന്നൊരു ദിവസം നല്ല ഭക്ഷണം കഴിക്കാം എന്ന് വിചാരിച്ചൊരു 30 ദിവസം നോമ്പായപ്പോൾ ഭക്ഷണം കഴിച്ചാലോ അത് അയാളുടെ നോമ്പിനെ പൂർണ്ണമായി ഇല്ലാതാക്കും. വീണ്ടും 2 മാസം തുടങ്ങേണ്ടി വരും. അത്രയും ഗൗരവമുള്ള കാര്യമാണ് ഈ കാര്യം. അതുകൊണ്ടത് മനസ്സിലാക്കുക. അത് സ്ത്രീക്കും ബാധകമാണ്. സ്ത്രീ നിർബന്ധിക്കപ്പെട്ടവളല്ല എങ്കിൽ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കും നിർബന്ധമാണ്. എന്നാൽ അവൾ നിർബന്ധിക്കപ്പെട്ടവളാണ് എങ്കിൽ അവൾക്ക് ആ ഖലാ നോമ്പ് മാത്രം വീട്ടിയാൽ മതി, കഫാറത്ത് അവൾക്ക് ബാധകമാവുകയില്ല. അവൾ നിർബന്ധിക്കപ്പെട്ടവളാണെങ്കിൽ ഖലാ മാത്രം, നോമ്പ് മുറിയും, ആ ഖലാ നോമ്പ് വീട്ടിയാൽ മതി. അവൾ കഫാറത്ത് പ്രായശ്ചിത്തം അവൾക്ക് ചെയ്യേണ്ടതില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഈ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹം പറയുന്ന വിഷയം ഒരു ഹദീസാണ്. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ നസിയ വഹുവ സായിമുൻ ഫഅകല ഔ ശരീബ ഫൽയുതിമ്മ സൗമഹു ഫഇന്നമാ അത്അമഹു അല്ലാഹു വസഖാഹു മുത്തഫഖുൻ അലൈഹി. അദ്ദേഹം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും നോമ്പുകാരനായിരിക്കെ മറന്നുകൊണ്ട് ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്താൽ ഫൽയുതിമ്മ സൗമഹു, അവനവൻ്റെ നോമ്പ് പൂർത്തിയാക്കിക്കൊള്ളട്ടെ. ഫഇന്നമാ അത്അമഹു അല്ലാഹു വസഖാഹു, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവനെ ഭക്ഷിപ്പിച്ചത്,
അള്ളാഹുവാണ് അവനെ കുടിപ്പിച്ചത് എന്നാണ്. അപ്പോൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന് ഫിഖ്ഹ് മനസ്സിലാക്കാൻ സാധിക്കും. ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസിർ സഅദി നോമ്പ് ആർക്കെങ്കിലുമൊക്കെ മറന്നുകൊണ്ട് ഈ മുറിയുന്ന കാര്യങ്ങൾ സംഭവിച്ചാലോ, ഭക്ഷണം കഴിച്ച് മറന്നുകൊണ്ടാണ്, ചിലപ്പോൾ റമളാനിൻ്റെ ഒന്നാമത്തെ ദിവസമൊക്കെ കുട്ടികൾക്കോ അല്ലെങ്കിൽ വലിയ ആളുകൾക്കോ തന്നെ ചിലപ്പോൾ സംഭവിച്ചേക്കാവുന്നതാണ്. ഒന്നാമത്തെ ദിവസം അങ്ങനെ നോമ്പ് എടുത്ത് ശീലമില്ലാത്ത ആളാകുമ്പോൾ പെട്ടെന്ന് രാവിലെയൊക്കെ വെള്ളം കുടിക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അറിയാതെ അല്പം പൈപ്പിൽ നിന്നൊക്കെ എടുത്ത് വെള്ളം കുടിക്കും. അതല്ലെങ്കിൽ അറിയാതെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കണ്ടാൽ ചിലപ്പം തിന്നുപോകും. ചിലപ്പോൾ വൈകുന്നേരമൊക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കണ്ടാൽ അറിയാതെ ഒരാൾ കഴിച്ചുപോയി എന്ന് വിചാരിക്കുക. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് അവൻ്റെ വിധി? അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നോമ്പ് മുറിയുകയില്ല എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മന്നസിയ, ആരെങ്കിലും മറന്നു, വഹുവ സായി, അവൻ നോമ്പുകാരനായിരിക്കെ, ഫഅകല, അങ്ങനെ അവൻ കഴിച്ചു, മറന്നുകൊണ്ട് കഴിച്ചു, ഔശരിബ് അല്ലെങ്കിൽ മറന്നുകൊണ്ട് കുടിച്ചു, ഫൽ യുത്തിമ്മ സൗമഹു, അവൻ്റെ നോമ്പ് പൂർത്തിയാക്കട്ടെ എന്നാണ് പറഞ്ഞത്. അവൻ്റെ നോമ്പ് അപ്പം മുറിഞ്ഞിട്ടില്ല, അപ്പം പൂർത്തിയാക്കിയാൽ മതി. ഫൈന്നമ അത്അമഹു അല്ലാഹു വസഖ, തീർച്ചയായും അള്ളാഹു അവനെ ഭക്ഷിപ്പിച്ചതും അള്ളാഹു അവനെ കുടിപ്പിച്ചതുമാണെന്ന് അവൻ മനസ്സിലാക്കിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ശരീഅത്തിന് വളരെ എളുപ്പമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണമെങ്കിൽ മറന്നാലും ശരി അന്ന് തീർച്ചയായും നോമ്പ് വേറെ എടുക്കണം എന്ന് ശരീഅത്തിൽ തീരുമാനിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് തീരുമാനിക്കേണ്ടത്, മറ്റൊരാൾക്കും അതിൽ അവകാശമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാണ് നൽകിയിട്ടുള്ളത്. ഈ ശരീഅത്തിൻ്റെ നിയമങ്ങളെല്ലാം തന്നെ അത്രയും എളുപ്പമുള്ള നിയമമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മറന്ന ആളുകൾക്ക് കുഴപ്പമില്ല, മറന്നുപോയവൻ എന്ത് ചെയ്യാൻ പറ്റും? അവൻ നോമ്പ് പൂർത്തിയാക്കിക്കൊള്ളട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോമ്പ് പൂർത്തിയാക്കിക്കൊള്ളട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ മറന്നു കഴിഞ്ഞാൽ അവൻ ആ നോമ്പ് ഖളാ വീട്ടേണ്ടതില്ല, അല്ലെങ്കിൽ ആ ബാക്കിയുള്ള ദിവസം പിന്നീട് ഭക്ഷിക്കാനും പാടില്ല. അല്ലെങ്കിൽ അങ്ങനെ മറന്നുപോയി, ഏതായാലും എൻ്റെ നോമ്പ് പോയി, ഇനി ആ ഉച്ചക്കൊക്കെ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ അപ്പം പിന്നെ നോമ്പ് മുറിയും. പിന്നെ മറന്നിട്ടല്ല. മറന്നാൽ എപ്പോഴാണ് ഓർമ്മ വരുന്നത് അപ്പം നിർത്തണം എന്നാണ്. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, രണ്ടാമത്തെ ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴേക്ക് ഓർമ്മ വന്നാൽ ഏതായാലും കുടിച്ചില്ല എന്നല്ല, പിന്നീട് നീ കുടിക്കാൻ പോകുന്നത് അത് മനഃപൂർവ്വമാണ്. പിന്നെ നീ ഒരു ഇറക്ക് കുടിച്ചാൽ മതി, ഒരു ഗ്ലാസ് കുടിക്കണ്ട, നിന്റെ നോമ്പിനെ അത് മുറിച്ചു കളയും. അപ്പം അത് പാടില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ആളുകൾക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ്, ആരെങ്കിലുമൊക്കെ അങ്ങനെ നോമ്പ് വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുന്നതോ കണ്ടാൽ നമ്മളൊന്നും പറയേണ്ടതില്ല. കാരണം ഹദീസിൽ വന്നത് ഫഇന്നമ അത്അമഹു അല്ലാഹു വസഖ, അള്ളാഹുവാണ് അവനെ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇടപെടാൻ പാടില്ല. അല്ല, അത് പ്രത്യേകം മനസ്സിലാക്കുക. ആരെങ്കിലുമൊക്കെ അങ്ങനെ കുടിക്കുന്നത് കണ്ടാൽ ഉടനെ നമ്മൾ തടുക്കണം, അത് പറഞ്ഞു കൊടുക്കണം, ഓർമ്മപ്പെടുത്തണം. കാരണം മറന്നുകൊണ്ട് ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യും, അത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പം അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അത് ആക്ഷേപിക്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? അത് അവൻ വിട്ടുകൊടുത്തിട്ടുണ്ട്. അവൻ നോമ്പ് പൂർത്തിയാക്കാനാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അവരെ ചീത്ത പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. അത് പ്രകൃതമായ ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത്രയും അദ്ദേഹം നോമ്പ് മുറിയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ട് പിന്നീട് പറയുന്നത് നോമ്പ് തുറക്കുമ്പോഴുള്ള ചില സുന്നത്തുകളാണ്. അദ്ദേഹം പറയുന്നു, വഖാല ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലു അൽ ഫിത്ർ മുത്തഫഖുൻ അലൈഹി, ജനങ്ങൾ നന്മയിലായിരിക്കും, നന്മയിൽ തുടർന്നുകൊണ്ടേയിരിക്കും. മാ അജ്ജലു അൽ ഫിത്ർ, അവർ നോമ്പ് തുറക്ക് ധൃതി കാണിക്കുന്ന കാലത്തോളം എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നോമ്പ് തുറക്ക്, ധൃതിയിൽ നോമ്പ് തുറക്കുക എന്നുള്ളത് വളരെ സുന്നത്തായ കാര്യമാണ്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു, ധൃതിയിൽ നോമ്പ് തുറക്കുക എന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ തുറക്കുന്ന സമയമായി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ധൃതിയാണ്, അതിന് മുമ്പേ ഉള്ള ധൃതിയല്ല. നോമ്പ് സമയം ആയി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമുള്ള ധൃതിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അഥവാ ഖുറൂബു ശംസ് സംഭവിച്ചു, സൂര്യാസ്തമയം സംഭവിച്ചു എന്നുറപ്പാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നോമ്പിന് വേണ്ടി ധൃതി കൂട്ടേണ്ടത്. കാരണം കഴിഞ്ഞു പോയ ചില സമുദായങ്ങളിൽ അവർ ചെയ്യുമായിരുന്നു, നോമ്പ് എപ്പോഴാണ് അവർ ഒഴിവാക്കുക, നോമ്പ് തുറക്കുക എന്ന് പറഞ്ഞാൽ ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിഞ്ഞ് നിൽക്കുമാർ രാത്രിയിലേക്ക് പ്രവേശിക്കണം. അപ്പം അത്ര ഗുലൂവിലേക്ക് പരിധി വിട്ടു പോകുന്നത് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ ചെയ്യേണ്ടതില്ല. മറിച്ച് എപ്പോഴാണ് സൂര്യാസ്തമയം ഉറപ്പുവരുത്തിയാൽ ഉടനെ തന്നെ നോമ്പ് ഒഴിവാക്കുക, നോമ്പ് മുറിക്കുക എന്നുള്ളതാണ് ഏറ്റവും സുന്നത്തായിട്ടുള്ള കാര്യം. അങ്ങനെ തന്നെ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നോമ്പുകാരനാണ്. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു സ്ഥലത്തുണ്ട്. ബിലാലിനോട് പറഞ്ഞു, ഇൻസിൽ ഫജ്ദഹ് ലന, ബിലാൽ നീ ഇറങ്ങി വാ, ഫജ്ദഹ് ലന, നമുക്ക് നോമ്പ് തുറക്കു വേണ്ട പാനീയങ്ങളൊക്കെ തയ്യാറാക്കുക, ബാർലി വെള്ളവും മറ്റുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കാണാം. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു തിരിച്ചു പറയുന്നത്, യാ റസൂലല്ലാഹ് ഇന്ന അലൈക ലനഹാറ, അള്ളാഹുവിൻ്റെ റസൂലെ ഇതാ പകല് ബാക്കിയുണ്ടല്ലോ. കാരണം അദ്ദേഹം പറയാൻ കാരണം വെളിച്ചം പൂർണ്ണമായി പോയിട്ടില്ല. അപ്പോൾ സൂര്യാസ്തമയ സമയത്ത് നമ്മൾ മനസ്സിലാക്കുക പൂർണ്ണമായി ഇരുട്ടാവുകയില്ല. സൂര്യാസ്തമയ സമയം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ഇരുട്ടാവുക എന്നർത്ഥമില്ല. പകൽ നല്ല രീതിയിലുണ്ടാവും. സൂര്യൻ അസ്തമിച്ചാലും, കടപ്പുറത്തൊക്കെ പോയാൽ നമുക്കറിയാം, സൂര്യൻ അസ്തമിച്ചാലും അത്യാവശ്യം ആളുകളെ പരസ്പരം കാണാൻ പറ്റുന്ന വെളിച്ചം തന്നെ ബാക്കിയുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഇൻസഹ് ഫജ്ദഹ് ലന, നീ താഴേക്ക് ഇറങ്ങാൻ, നമുക്ക് നോമ്പ് തുറക്കേണ്ട വെള്ളമൊക്കെ കലക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന അലൈക ലനഹാർ, അല്ലാഹുവിൻ്റെ റസൂൽ പകൽ ബാക്കിയുണ്ട്, തീർന്നിട്ടില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതും പറയേണ്ടി വരികയാണ്, എൻസൽ ഫജ്ദഹ് ലനാ, നീ ഇറങ്ങി വരൂ, ഞങ്ങൾക്ക് നോമ്പിൻ്റെ വെള്ളമൊക്കെ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് കാര്യങ്ങൾ അവിടെ വിശദീകരിച്ചു കൊടുക്കാൻ. അപ്പോൾ അവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചതാണ്, ഇങ്ങനെ വെളിച്ചം ബാക്കിയുണ്ടാകുക എന്നുള്ളത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല, സൂര്യാസ്തമയം ഉറപ്പുവരുത്തുക, അത്രയേ ഉള്ളൂ. സൂര്യാസ്തമയം സംഭവിച്ചാൽ പിന്നീട് വെളിച്ചമുണ്ടോ ഇല്ലേ ഇതൊന്നും വിഷയമല്ല. കാരണം ഭൂമിയുടെ ചില സ്ഥലത്ത് ചിലപ്പോൾ അത്യാവശ്യം നല്ല വെളിച്ചം കുറച്ച് നേരം ഉണ്ടാകും, ചില സ്ഥലത്ത് പെട്ടെന്ന് തന്നെ ഇരുട്ടാകും, അത് ഓരോ സ്ഥലത്ത് വ്യത്യാസം ഉണ്ടാകും. അതൊന്നും നമ്മൾ പരിഗണിക്കേണ്ടതില്ല. ഇരുട്ടും വെളിച്ചത്തിൻ്റെയും വിഷയമല്ല, സൂര്യാസ്തമയത്തിൻ്റെ വിഷയമാണ്, അതാണ് മഗ്രിബ്. അപ്പം ഇന്നത്തെ നമ്മുടെ ക്ലോക്കുകളിലൊക്കെ വരുന്ന സൂര്യാസ്തമയത്തിൻ്റെ സമയം സഹോദരങ്ങൾ അത് വളരെ കൃത്യമാണ്. കാരണം ഇന്നത് കണ്ടുപിടിക്കാൻ എളുപ്പമുള്ളത് കൊണ്ട് തന്നെ ഓരോ നാട്ടിലെയും സൺസെറ്റ് അത് വളരെ കൃത്യമായി അവർക്ക് ശാസ്ത്രീയമായി തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. അത് പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായ ഒരു സമയമാണ് നമ്മുടെ കയ്യിലുള്ളത് എങ്കിൽ നമ്മൾ ഓരോ സമയത്ത് അത് ശരിക്കും ശ്രദ്ധിക്കണം. ടൈം വ്യത്യാസം ഉണ്ടാകും. കണ്ണൂരുള്ള ടൈം ആയിരിക്കില്ല കോഴിക്കോടുള്ള ടൈം അല്ല സൂര്യാസ്തമയം എറണാകുളത്തുള്ളതല്ല തിരുവനന്തപുരത്ത്. അപ്പോൾ ഈ ടൈമൊക്കെ നോക്കുന്നവന് അതിന് അത്യാവശ്യം വിവരം വേണം, ഇത് ഏതിലാണുള്ളത് എന്നൊക്കെ നോക്കണം. അത് വാങ്ങില്ലാതെ ഇത് നോക്കുന്ന ആളുകൾ അവനവൻ്റെ നാട്ടിലെ ടൈമാണോ എന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ സൂര്യാസ്തമയം കൃത്യമായി ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ ഉടനെ തൊട്ടടുത്തുള്ള വിശ്വസിക്കാവുന്ന പള്ളിയിലെ ബാങ്ക് നമുക്ക് പരിഗണിച്ചിട്ട് അത് തന്നെ മതിയായതാണ്. അപ്പോൾ ഇത് കറക്റ്റാണ്. ഇപ്പോൾ ചില ആളുകൾ അതിൽ ഇഷ്കാൽ ഉണ്ടാക്കാറുണ്ട്, അതിൻ്റെ സമയം വലിയ വ്യത്യാസമുണ്ട്. ഒരിക്കലുമില്ല, അത് നേർക്ക് നേരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ എപ്പോഴും ഇതിൽ കാണിക്കുന്ന സൺസെറ്റുമായി നിങ്ങൾ കടപ്പുറത്തേക്ക് പോയി നോക്കുക. കൃത്യം സമയത്ത് ഈ സൺസെറ്റ് കൃത്യം സമയത്ത് അത് സംഭവിക്കുന്നുണ്ടാകും. ഒരു മിനിറ്റ് പോലും അത് വൈകാറില്ല. അത് വളരെ കൃത്യമാണ്. ചില ആളുകൾ അവർ വെറുതെ ഇഷ്കാൽ ഉണ്ടാക്കുകയും അങ്ങനെ സൂക്ഷ്മത എന്നുള്ള പേരിൽ 3-4 മിനിറ്റൊക്കെ വൈകിപ്പിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ അതൊരിക്കലും ശരിയല്ല, അത് സുന്നത്തിനെതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്കുള്ള ഖൈറിൻ്റെ ലക്ഷണമായിട്ട് പറഞ്ഞത് അവർ നോമ്പ് ധൃതിയിൽ തുറക്കുക എന്നുള്ളതാണ്. അത്ര കൃത്യമാണ്. ഈ പറയുന്ന ആളുകൾക്ക് ഖൈറില്ല എന്നുള്ളത് വളരെ കൃത്യമായി അവരുടെ വിശ്വാസ കാര്യങ്ങളും ആചാര കാര്യങ്ങളും നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഊട്ടി ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ് ഈ ഹദീസ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ നോമ്പ് ഇതിൻ്റെ സമയമായാൽ അത് തുറക്കുക എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കുക. പിന്നീട് അത്താഴവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവിടുന്ന് പറയുന്നത്. അദ്ദേഹം കൊടുക്കുന്ന വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം തസഹറു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അത്താഴം കഴിക്കുവിൻ, ഫൈന്ന ഫിസ് സഹൂരി ബറക, തീർച്ചയായും അത്താഴം കഴിക്കുന്നതിൽ ബറക്കത്തുണ്ട്. മുത്തഫഖുൻ അലൈഹി. അത്താഴം കഴിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. ഒന്നാമത് മനസ്സിലാക്കേണ്ടത് നോമ്പിൻ്റെ നിബന്ധനയിൽപ്പെട്ട കാര്യമൊന്നുമല്ല. അത്താഴം കഴിച്ചിട്ടില്ലെങ്കിലും ഒരാൾക്ക് നോമ്പെടുക്കാവുന്നതാണ്. കാരണം ഇത് പറയാൻ കാരണം ചില ആളുകൾക്ക് അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. മുമ്പും ഇത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവർ എഴുന്നേറ്റപ്പോൾ ബാങ്ക് കൊടുത്തുപോയി. ഈ സാധു വിചാരിച്ചു അത്താഴം കഴിച്ചിട്ടില്ലെങ്കിൽ നോമ്പ് ശരിയാവുകയില്ല, അയാൾ ഉടനെ അത്താഴം കഴിച്ചോളും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ഉറങ്ങിപ്പോയി എഴുന്നേൽക്കുമ്പോൾ ബാങ്ക് കൊടുത്താൽ പിന്നീട് ഒരു പൊടി വെള്ളം പോലും കുടിക്കാൻ പാടില്ല. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നോമ്പ് മുറിയും. അങ്ങനെ ചെയ്താൽ നോമ്പ് മുറിയും. അത്താഴം കഴിക്കൽ സുന്നത്താണ്, അത് മനസ്സിലാക്കുക. ആ സുന്നത്തിൽ വളരെയധികം ശ്രേഷ്ഠത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ബറക്കത്തുണ്ട്. അപ്പോൾ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനൊക്കെ ബാധിക്കുക എന്നുള്ളത് അള്ളാഹുവിനാണ് അറിയുക. നമ്മളത് പ്രതീക്ഷിച്ചുകൊണ്ട് ആ ബറക്കത്ത് ലഭിക്കുന്നതിന് വേണ്ടി ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കുക. അതുപോലെ ആ സമയത്ത് എഴുന്നേൽക്കുന്ന ആളുകൾക്ക് മലായിക്കത്തുകളുടെ പ്രാർത്ഥന ഉണ്ടാകും. ഹദീസിന് വന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ രാത്രി നേരത്തെ തന്നെ അത് കഴിക്കുക എന്നുള്ളതല്ല, മറിച്ച് സഹൂർ അത് വൈകിപ്പിക്കുക എന്നുള്ളതിലാണ് സുന്നത്ത് എന്ന് വന്നിട്ടുണ്ട്. സഹൂർ വൈകിപ്പിക്കുക, നോമ്പ് തുറ ധൃതിപ്പെടുന്നത് പോലെ സഹൂർ വൈകിപ്പിക്കുക, ഫജ്റിനോടടുത്ത സമയം കഴിക്കുക എന്നുള്ളതാണ് സുന്നത്ത്. അത് കഴിക്കുന്നതിൽ എന്തുണ്ട്? അത് ബറക്കത്തുണ്ട്. അത് ഒരർക്ക് വെള്ളം കൊണ്ടാണെങ്കിലും ശരി, ഒരിടത്ത് ഭക്ഷണം ഇല്ലെങ്കിൽ ഒരർക്ക് വെള്ളം കൊണ്ടാണെങ്കിലും അങ്ങനെ ഹദീസിൽ വന്നതായി കാണാൻ സാധിക്കും. ഏറ്റവും നല്ലത് ഈത്തപ്പഴം ഒരാൾ കഴിക്കുക എന്നുള്ളതാണ്. അത് നല്ലൊരു അത്താഴമാണ്. ഇനി ഒരാൾക്ക് എന്തു ഭക്ഷണം കഴിക്കാവുന്നതാണ്, അതിലൊന്നും യാതൊരു കുഴപ്പവുമില്ല, എല്ലാത്തിലും ബറക്കത്തുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ ആ സമയത്ത് ഇസ്തിഗ്ഫാർ തേടേണ്ട സമയമാണ്, രാത്രിയുടെ അവസാന സമയമാണ്. അങ്ങനെ ഒരുപാട് ഖൈറുകൾ അത്താഴം കഴിക്കുന്നതിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ തന്നെ രാത്രി തന്നെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നീട് ഫജർ ബാങ്ക് കൊടുത്താൽ എഴുന്നേൽക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന ഖൈറുകൾ ഒരുപാട് നഷ്ടപ്പെടും. എന്നിട്ട് നോമ്പൊക്കെ ശരിയാകും, പക്ഷേ ഈ പറയുന്ന ഖൈറുകൾ നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കുക. പിന്നെ അദ്ദേഹം നോമ്പ് തുറക്കുന്ന ചില സുന്നത്തുമായി ബന്ധപ്പെട്ട ഹദീസ് കൊടുക്കുകയാണ്. വഖാല ഇദാ അഫ്തറ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ നോമ്പ് തുറക്കുമ്പോൾ ഫൽയുഫ്തിർ അലാ തംറിൻ, അവൻ തമ്ര കൊണ്ട് നോമ്പ് തുറക്കട്ടെ. ഫൈൻ ലം യജിദ്, അവൻ തമ്ര കിട്ടിയിട്ടില്ലെങ്കിൽ ഫൽയുഫ്തിർ അലാ മാഇൻ ഫഇന്നഹു തഹൂർ, അവൻ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കട്ടെ, അത് ശുദ്ധിയുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇപ്പോൾ ചില റിവായത്ത് നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും നല്ലത് റുത്തബുകളാണ്, അഥവാ നമ്മളെ ഉണക്കല്ല, നമ്മളെ പച്ച ഈത്തപ്പഴം. അതായത് ഏറ്റവും നല്ലത് നമ്മളെ സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴമാണ് നോമ്പ് തുറക്കാൻ ഏറ്റവും നല്ലത്. അത് കാരക്കല്ല എന്നർത്ഥം.
കാരക്ക അല്ല എന്നർത്ഥം. ഈത്തപ്പഴമാണ് ഏറ്റവും നല്ലത്. ഒരാൾക്ക് ഈത്തപ്പഴം കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾക്ക് കാരക്ക കൊണ്ട് നോമ്പ് തുറക്കാവുന്നതാണ്. അതും കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾക്ക് വെള്ളം കൊണ്ട് നോമ്പ് തുറക്കാവുന്നതാണ്. ഈ ഒരു തർത്തീബ് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇതൊരു ഈ തർത്തീബ് ഫല്യുഫ്തിർ അലാ തംറിൻ, അവൻ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കട്ടെ എന്നുള്ളത് അതൊരു വാജിബാണെന്നോ നിബന്ധനയാണെന്നോ നിലക്കല്ല, നിർബന്ധമല്ല നിബന്ധനയുമല്ല. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഈത്തപ്പഴം കിട്ടിയിട്ടില്ല എങ്കിൽ അയാൾക്ക് എന്തുകൊണ്ടും നോമ്പ് തുറക്കാം. ഇനി ഈത്തപ്പഴം ഉണ്ടെങ്കിൽ പോലും അതല്ലാത്തത് കൊണ്ടും അയാൾ നോമ്പ് തുറന്നാൽ അയാൾക്ക് ഒരു കുറ്റമുള്ള കാര്യമല്ല. അയാൾക്ക് ജ്യൂസ് കൊണ്ട് നോമ്പ് തുറക്കാം, അതല്ല മറ്റെന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ച് നോമ്പ് തുറക്കാം. പക്ഷെ ഏറ്റവും അഫ്ളൽ അത് ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കൽ തന്നെയാണ്. ഈത്തപ്പഴം ഉണ്ടെങ്കിൽ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കൽ തന്നെയാണ്. അത്രയും അഫ്ളലായ കാര്യങ്ങളൊക്കെ നമ്മൾ നേടാൻ ശ്രദ്ധിക്കുക. പിന്നീട് അദ്ദേഹം കൊടുക്കുന്നു, വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി വൽ ജഹൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തആമഹു വശറാബഹു. നോമ്പിൻ്റെ ഏതാണ്ട് അഹ്കാമുകൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം നോമ്പിൽ ശ്രദ്ധിക്കേണ്ട, ഇപ്പം ഇത്രയും നേരം പറഞ്ഞത് മുഫ്തിറാത്താണ്, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളാണ്. ഇനി പറയുന്നത് മുൻഖിസാത്താണ്, നോമ്പിനെ മുറിച്ചു കളയുകയില്ല, പക്ഷെ അതിൻ്റെ പ്രതിഫലം കുറച്ച് കളയുന്ന കാര്യമാണ്. അത് ഉപേക്ഷിക്കാതെ ആരെങ്കിലും നോമ്പെടുത്താൽ അള്ളാഹ്ക്ക് അവൻ്റെ നോമ്പ് ആവശ്യമില്ല എന്ന് പറയുന്നത് അത്രയും ഗൗരവമുള്ള കാര്യമാണ്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ പറഞ്ഞത്? മല്ലം യത് ഖൗലസൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവ് കൊണ്ടുണ്ടാകുന്ന എല്ലാ തിന്മകളും അതിൽ പെടുന്നതാണ്. നാവ് കൊണ്ടുണ്ടാകുന്ന എല്ലാ തിന്മകളും അതിൽ പെടുന്നതാണ്. വൽ അമല ബിഹി, അതുപോലെ ശരീരം കൊണ്ടുണ്ടാകുന്ന തിന്മകളെല്ലാം അതിൽ പെടുന്നതാണ്. വൽ ജഹൽ എന്ന് പറഞ്ഞാൽ അതും പൂർണ്ണമായി എല്ലാ തിന്മകളും, ദുൽമകൾ, അക്രമങ്ങൾ മുഴുവനും അതിൽ പെടുന്നതാണ്. ഇങ്ങനെ അക്രമം കാണിച്ചുകൊണ്ട്, നാവ് കൊണ്ട് ആളുകളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട്, ശരീരാവയവങ്ങൾ കൊണ്ട് ആളുകളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലുമൊക്കെ നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ ഫി അൻ യദഅ തആമഹു വശറാബഹു. നീ കഷ്ടപ്പെട്ട് നോമ്പ് ഒഴിവാക്കി, വെള്ളം ഒഴിവാക്കി, ഭക്ഷണം ഒഴിവാക്കി അങ്ങനെ നോമ്പെടുക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വലിയ ആവശ്യമില്ല. കാരണം അല്ലാഹു നോമ്പ് നിശ്ചയിച്ചത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ സൂക്ഷ്മത നേടിയെടുക്കാതെ നിങ്ങളിങ്ങനെ നാവ് കൊണ്ട് ആളുകളെ കുറ്റം പറയുക, ഗീബത്ത് പറയുക, നമീമത്ത് പറയുക, ഫിത്തനകൾ ഉണ്ടാക്കുക, കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, സഹോദരങ്ങൾ, ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നോമ്പിനെ മുറിച്ച് കളയുകയില്ല, പക്ഷേ നോമ്പിൻ്റെ പ്രതിഫലം കുറച്ച് അവസാന റമളാനിൽ ഇങ്ങനെ പട്ടിണി നടന്നു എന്നല്ലാതെ ഒന്നുമില്ലാതായിത്തീരും. ഇത് വളരെ ഗൗരവത്തിൽ, എല്ലാ സമയത്തും നാവ് കൊണ്ടുള്ള തിന്മകൾ ഗൗരവം തന്നെയാണ്. പക്ഷേ റമളാൻ മാസത്തിൽ അല്ലെങ്കിൽ നോമ്പനുഷ്ഠിച്ചു കൊണ്ട് ഒരാൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് കളവാകട്ടെ, ആളുകളെ കുറ്റം പറയുന്നതാകട്ടെ, സംഗീതമാകട്ടെ, ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. സംഗീതമാകട്ടെ, അതുപോലെ തന്നെ കള്ളസാക്ഷ്യമാകട്ടെ, ഇങ്ങനെ നാവ് കൊണ്ട് ഒരുപാട് തിന്മകളുണ്ട്. എല്ലാം ഈ പറയുന്ന ഖൗലുസ്സൂർ എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ അമല ബിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകൾ അടിക്കുക, ഉപദ്രവിക്കുക, പ്രയാസപ്പെടുത്തുക, ഇങ്ങനെ ജനങ്ങളെ മെക്കിട്ട് കയറുക, ഇങ്ങനെ ആൾക്കാരൊക്കെ ഉപദ്രവിക്കുക അല്ല. നോമ്പെടുത്തവനും നോമ്പ് ഇല്ലാത്തവനും തമ്മിൽ സ്വഭാവത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കണം. നോമ്പെടുത്തവൻ ഞാൻ ഈ കഷ്ടപ്പെട്ട് പട്ടിണി അടക്കുന്നതും കഷ്ടപ്പെട്ട് വെള്ളം കുടിക്കാതെ ദാഹിച്ചു വലയുന്നതൊക്കെ നഷ്ടപ്പെടരുത് എന്നുള്ള ബോധ്യം ഉണ്ടാകണം, ആ ബോധം ഉണ്ടാകണം. അങ്ങനെ ആ നോമ്പിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവൻ്റെ കണ്ണിനെയും കാതിനെയും കൈകളെയും നാവിനെയൊക്കെ അവൻ സൂക്ഷിക്കണം. അതല്ല എങ്കിൽ വളരെ കഷ്ടപ്പെട്ട് ഈ പറയുന്ന കാര്യത്തിനൊന്നും യാതൊരു കാര്യവുമില്ല. ഈ കാലഘട്ടത്തിൽ സഹോദരങ്ങൾ, ആളുകൾ നോമ്പിന് സമയം പോകുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഇത്തരം സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഹറാമുകൾ വീക്ഷിച്ചുകൊണ്ട്, സിനിമ കണ്ടുകൊണ്ട്, സീരിയൽ കണ്ടുകൊണ്ട്, സംഗീതം കണ്ടുകൊണ്ടൊക്കെ സമയങ്ങൾ കൊല്ലുന്ന ചെറുപ്പക്കാരെ കാണാൻ പറ്റും. എന്ത് കാര്യമാണ് ഉണ്ടാവുക? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം തിന്മകൾ ചെയ്തിട്ടുള്ള നോമ്പിന് അള്ളാഹു പ്രതിഫലം കുറച്ച് അവസാനം നീ സൂര്യാസ്തമയത്തിൽ നോമ്പ് മുറിക്കുമ്പോൾ ഒരു നോമ്പെടുത്തതിൻ്റെ പ്രതിഫലം നിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാവുകയില്ല. എല്ലാം ഇങ്ങനെ ഹറാമുകൾ കണ്ടിട്ടും ഹറാമുകൾ കേട്ടിട്ടും സംഗീതം കേൾക്കുന്നവർ. ചില ആളുകൾ പ്രത്യേകിച്ചും റമളാൻ മാസമാകുമ്പോൾ റമളാൻ സീരീസ്, വെബ് സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് റമളാനിൻ്റെ കുറേ ഇങ്ങനെ ഇസ്ലാമിക ചരിത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ചില സിനിമകളൊക്കെ ഇറക്കും. ആളുകൾ വിചാരിക്കുന്നത് അങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞാൽ അത് വലിയ ഹലാലാകും. ഏതെങ്കിലുമൊക്കെ ബദറിൻ്റെ ചരിത്രം, അങ്ങനെ ഒരു സിനിമ, അങ്ങനെയുള്ള ചില വിഭാഗങ്ങളിലൂടെ ഉണ്ട്. ആളുകളെ പഴപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ പോലെയുള്ള, അഥവാ ആളുകൾ നല്ല സാധുക്കളായിട്ട് ഇവരെ ചാനൽ മീഡിയ വണ്ണും തുറന്നിരിക്കും. എന്നിട്ട് റമളാൻ പരിപാടികൾ, സംഗീത പരിപാടികൾ, സിനിമ, അപ്പോൾ ആളുകൾ അങ്ങനെ ചരിത്രങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഇസ്ലാമികമാണ്, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇസ്ലാമികമായിട്ട് ഇങ്ങനെ ബാക്കിൽ സംഗീതം, ഇസ്ലാമികമായിട്ട് ആണും പെണ്ണും ഒക്കെ ഔറത്ത് മറക്കാത്തതും മറച്ചതും ഒക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാ ഹറാമുകളുണ്ടാകും. അപ്പോൾ സാധുക്കൾ വിചാരിക്കും ഇവരൊക്കെ ജമാഅത്ത് ഇസ്ലാമൊക്കെ, ഇത് കുഴപ്പമില്ല, നമ്മളിപ്പോൾ മറ്റ് സിനിമകളൊക്കെ കാണുന്നതാണ് കുഴപ്പം, ഇതൊന്നും പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ മുന്നിലൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട്. റമളാൻ സംഗീതങ്ങൾ അത് ആസ്വദിക്കുക. സഹോദരങ്ങൾ, ഇതെല്ലാം ഹറാമുകളാണ്. നോമ്പിൻ്റെ പ്രതിഫലങ്ങളെ കുറച്ച് അവസാനം ഒന്നും ബാക്കിയില്ലാതെ പട്ടിണികളായിട്ട് നോമ്പ് തുറക്കേണ്ടി വരും, ഒരു ഉപകാരം ഉണ്ടാവുകയില്ല.
നമ്മൾ പറഞ്ഞു വന്നത് നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾക്ക് ശേഷം നോമ്പിൻ്റെ പ്രതിഫലം കുറച്ച് കളയുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. നാവ് കൊണ്ടാകട്ടെ ശരീരാവയവങ്ങൾ കൊണ്ടാകട്ടെ ചെയ്യുന്ന മാസിയത്തുകളെല്ലാം തന്നെ നോമ്പിൻ്റെ പ്രതിഫലത്തെ കുറച്ച് കളയും. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അങ്ങനെ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാത്ത പട്ടിണികളും അതൊന്നും ആവശ്യമില്ല എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, വഖാല മൻ മാത വഅലൈഹി സിയാമുൻ സാമ അൻഹു വലിയ്യുഹു മുത്തഫഖുൻ അലൈഹി. ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടു, അയാൾക്ക് നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ അയാളുടെ വലിയുകൾ, അതായത് അവരുടെ അനന്തരമെടുക്കുന്ന ആളുകൾ അവർക്ക് ആ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി നോമ്പ് അനുഷ്ഠിച്ചു കൊള്ളട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാർക്കിടയിൽ ഇവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ നോമ്പ് നേർച്ചയുടെ നോമ്പ് മാത്രമാണോ, അതല്ല റമദാനിലെ നിർബന്ധ നോമ്പുകളും എല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ വ്യക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ലാ അദ്ദേഹം പറയുന്നത് വറാജിഹി വല്ലാഹു അലം അന്നഹു കുല്ലു സൗമിൻ വാജിബ്, എല്ലാം നിർബന്ധമായ കാര്യം. ഖളാ നോമ്പ് റമദാനിലെ ഖളാ നോമ്പാകട്ടെ, റമദാനിലെ ഖളാ നോമ്പാകട്ടെ, റമദാനിൽ ഒരാൾ നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ റമദാനിൽ ഒരാൾ ഒരു 5 നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്ത റമദാൻ വരെയുള്ള സമയത്തിനിടയിൽ എപ്പോഴെങ്കിലും അയാൾ മരണപ്പെട്ടു പോയി, അയാൾക്ക് നോമ്പ് ഖളാ വീട്ടാനുള്ള സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അയാൾ പിന്നീട് നോമ്പ് വീട്ടാം എന്ന ധാരണയിൽ അയാൾ എന്ത് ചെയ്തു, അത് പിന്തിപ്പിച്ചു. അങ്ങനെ അയാൾ മരണപ്പെട്ടു പോയാൽ അയാളുടെ വലിയകളായിട്ടുള്ള ആളുകൾ, അഥവാ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, അയാളുടെ അനന്തരമെടുക്കുന്ന ഭാര്യ, മക്കൾ, ഉപ്പണ്ട്, അങ്ങനെ ആരാ ഉള്ളത്, അവർ ആരാണോ അനന്തരമെടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, ഈ വ്യക്തിക്ക് വേണ്ടി നോമ്പെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോ നോമ്പെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ 5 നോമ്പുണ്ടെങ്കിൽ 5 പേരെടുത്താൽ അങ്ങനെ മതി. അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ 5 ദിവസം എടുത്താലും മതി, അത് തുടർച്ചയായിട്ട് എടുക്കണമെന്നില്ല, എങ്ങനെയാണെങ്കിലും അതെടുത്ത് തീർത്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലും ഇവിടെ പണ്ഡിതന്മാർ ഒരു വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തി, അയാൾക്കൊരു റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ടു, ഒരു രോഗം കാരണത്താലാണ്. പിന്നീട് ആ രോഗത്തിൽ തന്നെയാണ് 1-2 മാസം കടന്നുപോയി, അല്ലെങ്കിൽ 4-5 മാസം കടന്നുപോയി, അയാൾ രോഗിയായിട്ട് തന്നെയാണ്. അതിനിടയിലാണ് അവസാനം അയാൾ മരണപ്പെടുന്നത് എങ്കിൽ അയാൾക്ക് വേണ്ടി ആരും നോമ്പ് എടുക്കേണ്ടതില്ല. കാരണം റമദാനിൽ അയാൾ നോമ്പ് ഉപേക്ഷിച്ചത് രോഗം കാരണത്താലാണ്. അങ്ങനെയാണ് അയാൾക്ക് 10-15 നോമ്പ് പോയി, റമദാൻ്റെ പകുതി രോഗം വന്നതാണ്, അങ്ങനെ നോമ്പ് 2 ആഴ്ച പോയി. പിന്നീട് ആൾക്കാർ രോഗം ഷിഫയാകുന്നതിന് മുമ്പ് തന്നെ അയാൾ മരണപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, ആ രോഗം കാരണത്താൽ നോമ്പ് മറ്റൊരു ദിവസം നോറ്റു വിട്ടട്ടെ എന്ന് പറയുന്ന ഒരു അവസരം അയാൾക്ക് ഉണ്ടായിട്ടില്ല. അതിനു മുമ്പ് അയാൾ മരണപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടാൽ ആരും അയാൾക്ക് വേണ്ടി നോമ്പ് നോറ്റു വിട്ടേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്കത് അളവ് നൽകുന്നതാണ്. എന്നാൽ ഒരാൾക്ക് അടുത്ത റമദാൻ വരെ അള്ളാഹു അവസരം കൊടുത്തിട്ടുണ്ട് നോമ്പ് നോറ്റു വിട്ടാൻ. ഒരു റമദാൻ കഴിഞ്ഞ് അടുത്ത റമദാൻ വരെ വൈകിപ്പിക്കുന്നത് കുറ്റമുള്ള കാര്യമല്ല. പക്ഷേ ഷാബാനിൽ നോമ്പ് എടുക്കാമെന്ന് അയാൾ വിചാരിച്ചു, അയാൾ അതിന് മുമ്പ് തന്നെ റജബിലോ മറ്റോ ഒക്കെ മരണപ്പെട്ടാൽ ഈ പറയുന്ന ആൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അയാളുടെ വലിയകൾ ആരെങ്കിലുമൊക്കെ നോമ്പ് നോറ്റു വിട്ടുക എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞതുപോലത്തെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു അത് ആരെങ്കിലുമൊക്കെ ഒരു സുന്നത്തായ നോമ്പ് നെതിറായി നേർച്ചയായി അങ്ങനെ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് മരണപ്പെട്ടാലേ അതുള്ളൂ. കാരണം അതുമായി ബന്ധപ്പെട്ട ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി എല്ലാ നിർബന്ധ നോമ്പുകളും ഇതിൽ പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കിതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.